രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കും. അപ്പൊ നീതിന്യായ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉറപ്പായിരിക്കുന്നു എന്ന് തന്നെയല്ലേ പോസ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയായിരുന്നു. അതായത് ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് രാഹുലിന്റെ പ്രതികരണം വരുന്നത് എന്ന് വേണം നമുക്ക് ആ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് ഏതെങ്കിലും തരത്തിൽ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ്. അത് സ്വാഭാവികമായും അതൊരു പ്രതിരോധത്തിന്റെ മാർഗമാണ്, പ്രതിരോധത്തിന്റെ രീതിയാണ്. ആ രീതി അവലംബിക്കുക അല്ലെങ്കിൽ തുടർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് ആ വിഷയത്തിൽ രാഹുലിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. അല്ലാതെ സുനില, രാഹുൽ എന്ത് ബോധ്യപ്പെടുത്തുമെന്നാണ്? അതായത് നമ്മൾ ആ ഓഡിയോ കേട്ടു, നമ്മൾ ആ ചാറ്റ് കണ്ടു, നമ്മൾ ഇത്രയും ദിവസമുള്ള രാഹുലിന്റെ ആറ്റിറ്റ്യൂഡ്, രാഹുൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്, രാഹുൽ ഒരു തരത്തിലും, അതായത് ഒരു ഘട്ടത്തിൽ പോലും, അത്ര പ്രതിസന്ധിയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് പോലും ആ ഓഡിയോ എന്റേതാണ്, ഞാനും ആ പെൺകുട്ടിയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, ആ ബന്ധം ഇങ്ങനെയായിരുന്നു, അതിൽ നിങ്ങൾ ആരാണ് ഇടപെടാൻ എന്ന് സമ്മതിക്കുക പോലും ചെയ്യാതെ അതിനെ നിഷേധിച്ച് അതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശരീരഭാഷയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഡയലോഗുകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ധാർഷ്ട്യത്തിലുമൊക്കെ അതിനെ കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് പോലും ഒരു വില കൽപ്പിക്കാതെ, പാർട്ടി നേതാക്കൾ പറഞ്ഞ, മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ പോലും ഒരു ശ്രദ്ധ കൊടുക്കാതെ, അതൊന്നും പാലിക്കാത്ത രീതിയിൽ മുമ്പോട്ട് പോയ ആളാണ്. അപ്പോൾ ഇനി ആരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇനിയിപ്പോൾ അത് കോടതിയെ അല്ലാതെ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ രാഹുലിന് ബാക്കിയുണ്ടോ? പാർട്ടിക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുലിനെ സംബന്ധിച്ച് ഈ പെൺകുട്ടി പരാതിയുമായി പോകില്ല എന്നൊരു ആത്മവിശ്വാസമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതായത് ഇത്രയും വിവാദങ്ങളുണ്ടായി, ഇത്രയും വിഷയങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പെൺകുട്ടി പരാതി കൊടുക്കില്ല എന്നൊരു ഒരു ആത്മവിശ്വാസം രാഹുലിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൂർണ്ണമായും ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, പുച്ഛിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടന്നിരുന്ന ചില സംഭവ വികാസങ്ങൾ അത് കുറെ കൂടി തീവ്രമാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വാഭാവികമായും പെൺകുട്ടി വലിയ മാനസികമായ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ആ കുട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ട് അത്രമേൽ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടം എത്തുന്നു. മാത്രമല്ല ഈ പരിഹാസം ഇങ്ങനെ ഉണ്ടാകുന്നു. അത്തരമൊരു ഘട്ടത്തിൽ പരാതി എന്നൊരു തീരുമാനത്തിലേക്ക് പെൺകുട്ടി പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് അല്പസമയം മുമ്പ്, ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം പെൺകുട്ടി നേരിട്ട് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുകയും അവിടെ പരാതി നേരിട്ട് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ആ പരാതിക്കൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ പുറത്തു വന്നതും പുറത്തു വരാത്തതുമായ ചില പ്രധാനപ്പെട്ട ഓഡിയോ സംഭാഷണങ്ങൾ, ചില വാട്സപ്പ് ചാറ്റുകൾ അത് നമുക്കൊന്ന് പ്ലേ ചെയ്താലോ സുനിൽ? ചില സംഭാഷണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ സംഭാഷണം അത് ആ പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറിയതിന്റെ ബാക്കി കൂടിയാണ്. കേൾക്കാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട് അമ്മയ്ക്ക് പോകാൻ വേണ്ടി. എനിക്ക് ആകെ വയ്യാണ്ടിരിക്കുവാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ. ഡ്രാമ എന്നാണ് പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ഡ്രാമ കാണിക്കാൻ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല.
യെസ്, ആ പെൺകുട്ടി അതിൽ പറയുന്നത് കേട്ടാൽ തന്നെ, അതായത് ഇതിന്റെ വകുപ്പുകളൊക്കെയായിരുന്നു രാഹുൽ അനുകൂലികളായിട്ടുള്ള, രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിൽ എന്ത് കേസെടുക്കും, എന്ത് വകുപ്പ് ചുമത്തും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അതിലൊക്കെയാണ് കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ, അതുമായി ബന്ധപ്പെട്ട ചാറ്റ്, ഇവർ തമ്മിലുണ്ടായിരുന്ന സംഭാഷണം എങ്ങനെയൊക്കെ നിർബന്ധിക്കപ്പെട്ടു, ഏത് തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്നതൊക്കെ എല്ലാ തെളിവുകളും ഹാജരാക്കിയിരിക്കുന്നു പരാതിക്കൊപ്പം എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് ഇനി കുറ്റം ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ട്, നിയമപരമായി പോരാടും, ജനകീയ കോടതിയിൽ ഇത് ബോധ്യപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വന്നിരിക്കുന്നത്. സാജിദ അജ്മൽ ചേരുന്നുണ്ട്. സാജിദ, ഇത് വീണ്ടും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, തന്റെ ഭാഗം ക്ലിയർ ആണ് എന്നതിന് ആവർത്തിച്ചിട്ട് കാര്യമുണ്ടോ രാഹുലിന്? മാത്രവുമല്ല, പാലക്കാട് DCC പ്രതിസ്ഥാനത്തേക്ക് രാഹുലിനൊപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ രാഹുലിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല, രാഹുൽ ഒന്നിലുമില്ല, രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് DCC അത് മറികടന്നുകൊണ്ട് രാഹുലിനെ ഒപ്പം ചേർത്തിരിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളിലെയും പ്രതികരണവും വിവരങ്ങളും. ധന്യ, ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും, നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും എന്ന ഒരു കുറിപ്പാണ് ഇട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെയും അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളുകളെയും വിളിച്ച് അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന് ഈ മാധ്യമങ്ങൾക്ക് ഇതുവരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം ഉള്ളവർ അതിൽ ഒരു കൃത്യമായ വിവരം നൽകുന്നില്ല എന്ന് തന്നെ പറയാം. അറസ്റ്റ് ഭയക്കുന്നുണ്ടോ രാഹുൽ? ഒളിവിലാണോ? ഇപ്പോൾ അങ്ങനെ പറയാനായിട്ടില്ലെങ്കിൽ കൂടി ഈ സാധാരണ മാധ്യമങ്ങളുടെ ഫോൺ എടുക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും. ഇപ്പോൾ ഇന്നലെ വരെ അതൊരു ആരോപണം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അത് ഒരു കേസിന്റെ ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഈ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു.